നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഇന്നലെ ED സമൻസ് നൽകിയിരുന്നു. ഇത് 4ാം തവണയാണ് MM വർഗീസ് EDയുടെ സമൻസ് അവഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കിലാണെന്നും എത്താൻ സൗകര്യമില്ല എന്നുമാണ് MM വർഗീസ് EDക്ക് നൽകിയ മറുപടി. തുടരെ സമൻസുകൾ അയച്ചിട്ടും ഹാജരാക്കാത്തതിനാൽ ED കടുത്ത നടപടിയിലേക്ക് കടക്കാനും സാധ്യതയേറെയാണ്. ഏരിയ കമ്മിറ്റികളുടെ അടക്കം പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകൾ ഹാജരാക്കാൻ വർഗീസിന് ED നിർദ്ദേശവും നൽകിയിരുന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് രേഖകൾ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടത്. കരുവന്നൂർ ബാങ്കിൽ മാത്രം CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. രഹസ്യ അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിന്റെ അറിവോടെയാണ് എന്നും ED കണ്ടെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തിരക്കിലാണ് എന്നും എത്താൻ സൗകര്യമുണ്ടെന്നുമാണ് MM വർഗീസ് EDക്ക് നൽകിയ ആദ്യ മറുപടി. തുടരെ സമൻസുകൾ അയച്ചിട്ടും ഹാജരാക്കാത്തതിനാൽ ED കടുത്ത നടപടിയിലേക്ക് കടക്കാനും സാധ്യത ഏറെയാണ്. ഏരിയ കമ്മിറ്റിയുടെ അടക്കം പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകൾ ഹാജരാക്കാൻ വർഗീസിന് ED നിർദ്ദേശവും നൽകിയിരുന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് രേഖകൾ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടത്. കരുവന്നൂർ ബാങ്കിൽ മാത്രം CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. രഹസ്യ അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിന്റെ അറിവോടെയാണ് എന്നും ED കണ്ടെത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ MM വർഗീസ് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക്, അതായത് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനോ വീട്ടിൽ ചെന്നാൽ മൊഴിയെടുക്കാനോ അടക്കമുള്ള നടപടിയിലേക്ക് ED പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ കേരളം പലതരത്തിൽ കണ്ടതാണ്. EDയുടെ സമൻസ് ലംഘിക്കുന്നവരുടെ വീട്ടിൽ കയറി ചോദ്യം ചെയ്യുന്ന EDയുടെ ആ ഒരു പ്ലാൻ ഇവിടെയും വർക്കൗട്ട് ആക്കുമോ, അല്ലെങ്കിൽ ആ ഒരു പ്ലാനുമായി ഇവിടെയും മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ്. അതിനു മുൻപ് അങ്ങനെ ഒരു പ്ലാനിലേക്കൊക്കെ ED പോവുകയാണെങ്കിൽ അത് ജനം ശ്രദ്ധിക്കും. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയേറെയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ, പ്രധാനമായും കരുവന്നൂർ വിഷയം തന്നെയാണ്. അതിനുശേഷം തൃശ്ശൂർ പൂരത്തിലുണ്ടായ അപാകത, ഇവയെല്ലാം തന്നെ ജനം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തും അവർ സഹിക്കും. തൃശ്ശൂർ പൂരത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അതിന് ജനം തൃശ്ശൂരിലെ ഗഡികൾ അതിന് മറുപടി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട ED നിർണായക നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.